ഒരു നാണംകെട്ട പരിപാടി കാണിച്ചു തരട്ടെ. വെറും നാണംകെട്ട പരിപാടി. ഒരു മൊബൈൽ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ആരുടെയും പ്രൈവസിയിൽ കയറി കൈ കടത്താമെന്ന് ചിന്തിക്കുന്ന കുറച്ച് ഓൺലൈൻ മീഡിയ ചാനലുകളുണ്ട്. സലീം കുമാറിന്റെ മരണാന്തര ചടങ്ങിൽ എന്തോ ചില മീഡിയക്കാരോട് ദേഷ്യപ്പെടുന്ന രംഗങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എങ്ങനെ ദേഷ്യപ്പെടാതിരിക്കും? ഒരു മരണ വീട്ടിൽ കാണിക്കേണ്ട ചില മാന്യതകളുണ്ട്, ചില മര്യാദകളുണ്ട്. അതൊന്നും കാണിക്കാതെ റീച്ചിന് വേണ്ടിയിട്ട് ചില മീഡിയാസ് ഉന്തും തെള്ളും ഉണ്ടാക്കിയതിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടത്. സലീം കുമാർ എന്നല്ല, വേറെ ആരാണെങ്കിലും ഒരാൾ മരിച്ചു കിടക്കുന്ന സമയത്ത് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൊബൈലുമായിട്ട് തൂക്കി പിടിച്ചിട്ട് ഫ്രണ്ടിലോട്ട് കയറി ചെല്ലുന്ന, അല്ലെങ്കിൽ ആ ഒരു ഫാമിലിക്ക് ഒരു പ്രൈവസി കൊടുക്കാതെ റീച്ചിന് വേണ്ടി കയറി ചെല്ലുന്ന കുറച്ച് മീഡിയ ചാനലുകളുണ്ട്. നിങ്ങൾ ഇനിയെങ്കിലും പഠിക്കണം. എല്ലായിടത്തും ചാടി കയറി ഉന്തിത്തള്ളി കയറുന്നത് പോലൊക്കെയല്ല ഒരു മരണ വീട്ടിൽ ചെല്ലുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അത്ര ആൾക്കാർ വിഷമിച്ചിരിക്കുകയാണ്. അവരുടെ വീട്ടുകാരും ബന്ധുക്കാരും സുഹൃത്തുക്കളും അങ്ങനെ ഒട്ടുമിക്ക ആൾക്കാർ വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ബാക്കിൽ നിന്ന് അത്രയും അവർക്ക് കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. അത്രയും തെള്ളിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ അവരെന്താ ചെയ്യേണ്ടത്? ചന്തുവിനെ പോലുള്ള ഒരാൾ ദേഷ്യപ്പെടുക അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇവിടെ ഇല്ല. പിഷാരടി പറഞ്ഞു, അതേപോലെ തന്നെ മുഖ്യമന്ത്രി വന്നിട്ട് പറഞ്ഞു നിങ്ങൾ സൈഡ് തരണം, സ്പേസ് തരണം, അവർക്ക് കർമ്മങ്ങൾ ചെയ്യേണ്ടതാണ് എന്ന് മുഖ്യമന്ത്രി വരെ വന്ന് പറഞ്ഞിട്ടും അത് കൂസലാക്കാതെ മൊബൈലും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കുറേ ആൾക്കാർ. അച്ഛൻ മരിച്ചു കിടക്കുന്ന സമയത്ത് മക്കൾ അത്രയും വിഷമത്തോടിരിക്കുന്ന സമയത്ത് ആ ഒരു വിഷമത്തിൽ മീഡിയക്കാരോട് ദേഷ്യപ്പെടേണ്ട അവസ്ഥ എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അത്രയും തരം താഴ്ന്ന പരിപാടിയാണ് നിങ്ങൾ കാണിച്ചത്. ഇതേപോലെ തെള്ളിക്കൊണ്ടിരുന്ന മീഡിയ ചാനലുകൾ അവരുടെയൊക്കെ വീടുകളിൽ ഇതേപോലെ ഇഷ്യൂസ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ അവരുടെയൊക്കെ വീടുകളിൽ ഇതേപോലെ ഒരാൾ മരിച്ചു കിടക്കുന്ന സമയത്ത് മറ്റു മീഡിയക്കാർ വന്ന് ഇതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സമയത്തെ ഇതൊക്കെ മനസ്സിലാവത്തുള്ളൂ. അവനവൻ്റെ ഫാമിലിക്ക് വരുമ്പോഴേ ഇതിൻ്റെ വേദന മനസ്സിലാവത്തുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു വിഷമം മനസ്സിലാവത്തുള്ളൂ. അല്ലാത്തടത്തോളം ഇതൊന്നും മനസ്സിലാവാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കില്ല. എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്, എല്ലാവരും റീച്ചിന് വേണ്ടി പല കണ്ടന്റുകൾ ചെയ്യുന്ന ആൾക്കാരാണ്. എന്നാൽ പോലും എല്ലാവർക്കും മാന്യത എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, മനസാക്ഷി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതിൻ്റെ മേളിലാണ് എല്ലാവരും ജീവിക്കുന്നത്. ഇതൊരു മനസാക്ഷി പോലും ഇല്ലാത്ത രീതിയിൽ, ഒരു മനുഷ്യൻ്റെ ഫീലിങ്സ് മനസ്സിലാക്കാത്ത രീതിയിൽ റീച്ച് ഉണ്ടാക്കണം, അതിൽ നിന്ന് പൈസ ഏൺ ചെയ്യണം എന്നുള്ള ഒരൊറ്റ ചിന്താഗതിയിൽ മാത്രം ചിന്തിക്കുന്ന ചില മീഡിയ ചാനലുകൾ, ഞാൻ എല്ലാവരും പറയുന്നില്ല, ചില ആൾക്കാരെ മാത്രമാണ് സൂചിപ്പിക്കുന്നത്. ഓൺലൈൻ മീഡിയ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വല്ലവൻ്റെ പ്രൈവസിയിൽ കയറി കൈ കടത്താം എന്നുള്ളതിൻ്റെ ലൈസൻസ് അല്ല എന്നുള്ള കാര്യം നിങ്ങൾ ഇനിയെങ്കിലും ചിന്തിക്കണം. ഇതുപോലെ വല്ലവരുടെയും പ്രൈവസിയിൽ കയറിയിട്ട് കൈ കടത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർക്ക് ദ്രോഹം ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾ റീച്ചിന് വേണ്ടിയിട്ട് മൊബൈലും തൂക്കി പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അത് ഗവൺമെൻറ് ഇടപെടും. ഇനിയും പല പല പ്രശ്നങ്ങളുണ്ടാവും. അതേപോലെ തന്നെ അതിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇനിയെങ്കിലും ഇതേപോലുള്ള സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് നിങ്ങൾ നോക്കിയും കണ്ടുമൊക്കെ മൊബൈലും കൊണ്ട് ചെല്ലുക. ഒരു ഫാമിലിയാണ്, അവർ വിഷമത്തിലാണ്, അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കുക. ആ ഒരു സ്പേസ് നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക.